ഹായ് ഓൾ, ഇന്നത്തെ ടോപ്പിക്ക് വെർച്വൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമുക്ക് സെയിം പോയിന്റർ ഉപയോഗിച്ച് ബേസിന്റെ ഒബ്ജക്റ്റിനെയും ഡിറൈവ്ഡിന്റെ ഒബ്ജക്റ്റിനെയും ആക്സസ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് ബേസിൽ നിന്നും ഇൻഹെറിറ്റ് ആയിട്ട് വന്നിട്ടുള്ള മെമ്പേഴ്സിനെ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ ആ പോയിന്റർ ഉപയോഗിച്ച്, ബേസിന്റെ പോയിന്റർ ഉപയോഗിച്ച് എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരിലും സെയിം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, രണ്ട് ക്ലാസ്സിലും സെയിം ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ബേസിന്റെ പോയിന്റർ ഉപയോഗിച്ച് ആണ് ഞാൻ ആക്സസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ബേസിലെ ഫംഗ്ഷനെ മാത്രമേ ഇൻവോക്ക് ആവുള്ളായിരുന്നു. അപ്പൊ നമുക്ക് ഒരേ പേരിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് മാറി മാറി ഇൻവോക്ക് ആയി വരണം. അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇനി എന്താണ് അടുത്ത മെത്തേഡ് എന്ന് നോക്കി, അപ്പം ഫംഗ്ഷനെ എന്താക്കി വെക്കുക, വെർച്വൽ ആക്കി വെക്കുക. അപ്പൊ എങ്ങനെയാണ് വെർച്വൽ ആക്കി വെക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ബേസ് ക്ലാസ്സിൽ ആ സെയിം ഫംഗ്ഷൻ ഉണ്ടല്ലോ, ബേസിലും ഉണ്ട് ഡെറൈവറ്റിലും ഉണ്ട്. അപ്പം ആ ബേസിലുള്ള ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെർച്വൽ എന്നൊരു കീവേഡൂടെ അതിന്റെ കൂടെ കൊടുത്താൽ മതി. അപ്പൊ ആ ഫംഗ്ഷൻ എന്താവും, വെർച്വൽ ആവും. വെർച്വൽ ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏത് ഒബ്ജക്റ്റിനെ ആണോ പോയിന്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് ബേസിലെ ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ബേസിലെ ഫംഗ്ഷനെ കോൾ ചെയ്യും, ഡിറൈവഡിലെ ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ഡിറൈവഡിലെ ഫംഗ്ഷനെ കോൾ ചെയ്യും. ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്കതിന്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. എനിക്ക് ബേസ് ക്ലാസ് ഉണ്ട്. ബേസ് ക്ലാസ്സിലെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൽ ബേസിലെ ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ബേസിലെ ഷോ ഫംഗ്ഷൻ ആണെന്നും പറയുന്നുണ്ട്. ഇവിടെ ഇതാണ് എൻ്റെ വെർച്വൽ ഫംഗ്ഷനായി ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് വെർച്വൽ ഫംഗ്ഷനായിട്ട് കൊടുത്താൽ ആ പോയിന്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് ബേസിലേതാണെങ്കിൽ ബേസിലെ ഷോ കോൾ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ ഡിറൈവഡിലെ ഷോ കോൾ ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഡിറൈവഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ ഞാൻ ബേസ് ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് വന്നു. അതിലും എനിക്ക് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്. അതെന്തിനാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഡിറൈവഡിലെ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് എന്ന് പറയുന്നു. ദെൻ ഷോ എന്ന് പറയുന്നതുണ്ട്, ഡിറൈവഡിലെ ഷോ ഫംഗ്ഷൻ ആണെന്നും പറഞ്ഞു. ഇനി എൻ്റെ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ രണ്ട് ക്ലാസ്സുകൾക്ക് ഓരോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ബി എന്ന് പറയുന്നതിനും ബേസിനും ബിയും, ഡിറൈവഡിനെ ഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ എനിക്ക് ബേസ് ക്ലാസ്സിന് ഞാനൊരു പോയിന്ററിനെ എഴുതി, ബി പി ടി ആർ എന്ന് പറയുന്ന ഒരു പോയിന്ററിനെ എഴുതി. പോയിന്റർ ആണെന്ന് മനസ്സിലാക്കിയത് ഈ സ്റ്റാർ കണ്ടിട്ടാണ്. ദെൻ ആദ്യം ബി പി ടി ആർ പോയിന്റ്സ് ടു ബേസ്, അതെന്തായി ഡിസ്പ്ലേ വന്നു, ബി പി ടി ആർ പോയിന്റ്സ് ടു ബേസ് എന്ന് വന്നു. ദെൻ അതെങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്, ബി പി ടി ആർ എന്ന് പറയുന്നത് ബേസിന്റെ ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നു. ബി പി ടി ആർ ഈക്വൽ ടു ആൻഡ് ബി എന്ന് കൊടുത്തു. ദെൻ ബി പി ടി ആർ ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചു. അതിലെന്തായിരുന്നു, ബേസിലെ ഡിസ്പ്ലേ ഫംഗ്ഷനെ വർക്ക് ചെയ്യിക്കുന്നു. ഡിസ്പ്ലേ ബേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ആവുന്നു. ദെൻ ബി പി ടി ആർ ഡോട്ട് ഷോ, അതെന്താണ്, ബേസിലെ ഷോ ഫംഗ്ഷനെ വർക്ക് ചെയ്യിക്കുന്നു എന്നും പറയാം. ഇനി അടുത്ത ബി പി ടി ആർ പോയിന്റ്സ് ടു ഡിറൈവഡ്. വീണ്ടും ഞാൻ എഴുതി ബി പി ടി ആർ പോയിന്റ്സ് ടു ഡിറൈവഡ് എന്ന് എഴുതി. അപ്പൊ എന്താകും, ഡിറൈവഡിന്റെ ഒബ്ജക്റ്റിന് ബി പി ടി ആർ ഈക്വൽ ടു ആൻഡ് ഡി എന്ന് കൊടുത്തു. ദെൻ ബി പി ടി ആർ ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചാൽ ഡിസ്പ്ലേ ഫംഗ്ഷൻ വിർച്വൽ ആയിരുന്നെങ്കിൽ ഡിറൈവഡിലെ ഇതിനെ വിളിച്ചേനെ. പക്ഷെ ഇവിടെ ഡിസ്പ്ലേ ഫംഗ്ഷൻ അല്ല, ഞാൻ ഷോ ഫംഗ്ഷൻ മാത്രമേ എന്താക്കി കൊടുത്തിട്ടുള്ളൂ, വിർച്വൽ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നേരെ വിർച്വൽ അല്ല, രണ്ടുപേരിലും ഒരേ ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ബേസിലേതിനെ മാത്രമേ വിളിക്കൂ. അപ്പൊ എന്താകും, ബേസിലെ ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേ ബേസ് എന്നുള്ളതാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ബി പി ടി ആർ ഡോട്ട് ഷോ, രണ്ടുപേർക്കും ഒരേ ഫംഗ്ഷൻ ഉണ്ട്, ഡെറൈവഡ് ക്ലാസ്സിനും ബേസ് ക്ലാസ്സിനും ഒരേ ഫംഗ്ഷൻ ഉണ്ട് ഷോ എന്ന് പറയുന്നത്. പക്ഷേ ആ ഷോയെ ഞാൻ ബേസ് ക്ലാസ്സിൽ വെർച്വൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താകും, ഇപ്പൊ പോയിന്റ് ചെയ്തേക്കുന്ന ഡിറൈവഡിന്റെ ഒബ്ജക്റ്റിനെ ആയതുകൊണ്ട് ഡിറൈവഡിന്റെ ഷോ ഫംഗ്ഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് വെർച്വൽ ഫംഗ്ഷൻസ്. ഇവിടെ ബേസ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ വെർച്വൽ ആക്കാത്തത് കൊണ്ട് എപ്പോഴും എന്ത് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, നമ്മളുടെ ബേസ് ക്ലാസ്സിലെ ഡിസ്പ്ലേ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്നാൽ ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഞാൻ വെർച്വൽ ആക്കിയത് കൊണ്ട് ഇപ്പം ബി എ ആണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ ബേസിലെ ഷോ ഫംഗ്ഷൻ വർക്ക് ചെയ്യും, ഡി എ ആണ് അഡ്രസ് ചെയ്യുന്നതെങ്കിൽ ഡിറൈവഡിലെ ഷോ ഫംഗ്ഷൻ ആയിരിക്കും വർക്ക് ചെയ്യുക. ഇതാണ് വെർച്വൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങൾ. അതിന്റെ ഔട്ട്പുട്ടും പ്രോഗ്രാമിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി ചില റൂൾസ് ഉണ്ട് വിർച്വൽ ഫങ്ഷൻസ്. വിർച്വൽ ഫങ്ഷൻസ് മസ്റ്റ് ബി എ മെമ്പർ ഓഫ് സം ക്ലാസ്. നമുക്കറിയാം ഒരു മെമ്പർ ഫംഗ്ഷൻ ആയിരിക്കണം. സ്റ്റാറ്റിക് മെമ്പർ ആകാൻ പാടില്ല. ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഡോട്ട് എന്നല്ല പോയിന്റേഴ്സ് ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നത്. എ വിർച്വൽ ഫംഗ്ഷൻ ക്യാൻ ബി എ ഫ്രണ്ട് ഓഫ് അനദർ ക്ലാസ്. ഫ്രണ്ട് ഫംഗ്ഷനും ആകാം. ബേസ് ക്ലാസ്സിലെ വിർച്വൽ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് വേണം? ഡിഫൈൻ ചെയ്തിരിക്കണം. രണ്ട് ക്ലാസ്സിലും ഉണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വെച്ച് ഉപേക്ഷിക്കരുത്. അതിനെ ചില കേസിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം. എന്നാൽ പോലും അതിനെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്തിരിക്കണം. ഈ പ്രോട്ടോടൈപ്പ് എഴുതുന്ന പ്രോട്ടോടൈപ്പ് എന്തായിരിക്കണം? രണ്ട് ക്ലാസ്സിലും ബേസ് ക്ലാസ്സിലും ഡെറൈവഡ് ക്ലാസ്സിലും എന്തായിരിക്കണം? ഐഡന്റിക്കൽ ആയിരിക്കണം. നമുക്ക് വിർച്വൽ കൺസ്ട്രക്ടേഴ്സിനെ ഉപയോഗിക്കാം, വിർച്വൽ ഡിസ്ട്രക്ടേഴ്സിനെ ഉപയോഗിക്കാൻ പറ്റില്ല. വൈൽ ബേസ് പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് ബേസ് ക്ലാസ്സിലെയും ഡെറൈവഡ് ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാം. എന്നാൽ ഡെറൈവഡ് ക്ലാസ്സിന്റെ പോയിന്റർ ഉപയോഗിച്ച് തിരിച്ച് നമുക്ക് ബേസിന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമേ പറ്റത്തുള്ളൂ. എന്താണ്? ബേസിന്റെ പോയിന്റർ ആണെങ്കിൽ ബേസിന്റെ ഒബ്ജക്റ്റിനെ അഡ്രസ് ചെയ്യാം, ഡെറൈവഡിന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാം. റിവേഴ്സ് പറ്റത്തില്ല. ദെൻ ഒരു ബേസ് പോയിന്റർ ഒരു ഡെറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെയാണ് ആക്സസ് ചെയ്തേക്കുന്നത്, അല്ലെ പോയിന്റ് ചെയ്തേക്കുന്നത്. ആ പോയിന്ററിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് വഴിയോ ഡിക്രിമെന്റ് ചെയ്യുന്നത് വഴിയോ പുതിയൊരു അതിന്റെ ഡെറൈവഡിന്റെ അടുത്ത ഒബ്ജക്റ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബേസ് ക്ലാസ്സിൽ നമ്മൾ ആ ഫംഗ്ഷനെ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റീഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഡെറൈവഡ് ക്ലാസ്സിൽ. പക്ഷെ ബേസ് ക്ലാസ്സിൽ എന്തായാലും വിർച്വൽ ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ദെൻ പ്യുവർ വിർച്വൽ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഈ ഫംഗ്ഷൻസ് രണ്ട് ക്ലാസ്സിലും ഉണ്ട്. ബേസ് ക്ലാസ്സിൽ അതിനെ എന്തായാലും ഡിഫൈൻ ചെയ്തിരിക്കണം, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ എന്താണ്, ചില കേസിൽ ആ ഫംഗ്ഷൻസ് അങ്ങനെ വെറുതെ എഴുതിയിട്ടേക്കും, അതിനെ ഉപയോഗിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് ഡു നത്തിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ബേസ് ക്ലാസ്സിൽ ആ ഫംഗ്ഷന് എക്സ്പ്ലനേഷൻ അല്ലെ ഡെഫിനേഷൻ കൊടുത്തത് കൊണ്ട് കാര്യമൊന്നുമില്ല, അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡു നത്തിങ് ഫംഗ്ഷൻസ് പറയുന്നത്. അതിന്റെ ഡെറൈവഡ് ക്ലാസ്സിലെ ഡെഫിനേഷനെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? വെറുതെ ഒരു ഫംഗ്ഷന് ഡെഫിനേഷൻ എഴുതി സമയം കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കും. ഇത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്യുവർ വെർച്വൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ഡിറൈവഡ് ക്ലാസ്സിൽ എന്തായാലും ആ ഫംഗ്ഷനെ എന്ത് ചെയ്തിരിക്കണം? ഡിഫൈൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതും ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആണെന്ന് റീഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഒരു ബേസ് ക്ലാസ്സിൽ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ക്ലാസ് നമ്മൾ എന്തായിട്ട് ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യാൻ എടുക്കത്തില്ല. ബേസ് ക്ലാസ്സിന് അങ്ങനെ ഒരു വെർച്വൽ ഫംഗ്ഷൻ നമ്മൾ പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ടാണ് ബേസ് ക്ലാസ്സിൽ എഴുതിയതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് എന്താണ്, അങ്ങനത്തെ ഒരു പ്യുവർ വെർച്വൽ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ നമ്മൾ അത്തരം ക്ലാസ്സിൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാതെ അത് പിന്നെ എന്തിനു ഉപയോഗിക്കുന്നത്? അതൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ നമുക്കറിയാം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ആക്കില്ല, അതൊരു ഫൗണ്ടേഷൻ പോലെ ആക്ട് ചെയ്യും, അതിൽ നിന്ന് പുതിയ ക്ലാസ്സുകൾ ഡെറൈവ് ചെയ്ത് വരാനായിട്ട്. ഇത്രയും പോയിന്റ്സ് ആണ് വെർച്വൽ ഫംഗ്ഷൻസിലുള്ളത്. നിങ്ങൾ ഈ വീഡിയോ 2 തവണ കേട്ട് നോക്കുക, പ്രോഗ്രാം നല്ലപോലെ നോക്കിയാൽ മനസ്സിലാവും. Thank you.